ഇതാ ഇഞ്ചിയും മഞ്ഞളും. ഇഞ്ചി കുറേ നേരത്തെ നട്ട് ഞാൻ. അടുത്ത് മഞ്ഞൾ, കുറച്ച് കൂവക്കിഴങ്ങ് ഇതൊക്കെ നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഗ്രോ ബാഗ്. ആ റെഡിയാക്കി വെച്ചിരുന്നതിൽ ചീര എടുത്ത് വെച്ച് കുറച്ചൊക്കെ അറുത്തെടുത്തു. ഇനി രണ്ടാമൂന്നാ നിൽക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ മഞ്ഞളും കൂടെ വെച്ച് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ചീര നമ്മുടെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇതുണ്ടോ, പൂക്കിഴങ്ങ് കുറേ ഇരിപ്പുണ്ട്. നമുക്കിവിടെ മണ്ണിലൊന്നും വയ്ക്കാൻ പറ്റില്ല, പന്നി ശല്യം കാരണം. അതുകൊണ്ട് ഗ്രോ ബാഗിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. ഗ്രോ ബാഗ് നമ്മുടെ ഇതൊക്കെ കരിയിലൊക്കെ അടിയിലിട്ട് കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് കുറച്ച് ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക് എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കൂവക്കിഴങ്ങ് കുറച്ച് ഇത്രയും ഗ്രോ ബാഗിൽ വെച്ച് എല്ലാം ചവറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ അങ്ങ് അകത്തോട്ട് വീടിൻ്റെ അവിടോട്ട് മാറ്റും. അല്ലെങ്കിൽ ഇവിടെ വെച്ചിരുന്ന പന്നി ഭയങ്കര ശല്യമായിരിക്കും. കൂവക്കിഴങ്ങല്ലേ, പന്നി ആദ്യം വരുന്നവൻ തോണ്ടുന്നത് അതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, ഇതറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മഞ്ഞൾ നട്ടതൊക്കെ ഇത് 1-2 ഇഞ്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം മഞ്ഞളാണ്. ഇഞ്ചി ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇരിക്കുക. ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ 1 വയ്ക്കും, 2 വയ്ക്കും, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോഴാണ് എല്ലാം ഒരുമിച്ച് അങ്ങനെ വെച്ചത്. എന്നാലും മഞ്ഞളൊന്നും നമുക്ക് പൊടിപ്പിക്കാനൊന്നും തികയും തോന്നുന്നില്ല. കുറച്ചും കൂടെയൊക്കെ വയ്ക്കണമായിരിക്കാം. എന്നാലും നോക്കാം. അങ്ങനെ കുറേശ്ശായിട്ട് ഇതിന് മുന്നേ 1 വയ്ക്കും, 2 വയ്ക്കും, അങ്ങനെ വെച്ചാണ് ഇത്രയും ആക്കിയത്. അതുപോലെ നമുക്ക് കുറേശ്ശായിട്ട് എല്ലാം ചെയ്തു തരാം. ഇവിടെ കുറച്ച് ചേനയും വെച്ചിട്ടുണ്ട്, കുറച്ചേ വെച്ചുള്ളൂ. അപ്പോൾ പുറത്തൊന്നും വയ്ക്കണ്ടെന്ന് ഓർത്തതാ. പിന്നെയും ഇരുന്നതിന് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടിയതിനൊക്കെ കൊണ്ടിവിടെ വെച്ച്. എന്ത് വെച്ചാലും പന്നിയുടെ ശല്യം കാരണം നമുക്ക് വയ്ക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളുടെ വീഡിയോസൊക്കെ എല്ലാവരും കമൻറ്റൊക്കെ ഇട്ട് മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.